ദിനചിന്ത. എല്ലാറ്റിനെയും അതിശയിക്കുന്ന ആനന്ദം. സമ്പത്ത്, വിജയം അല്ലെങ്കിൽ ഭൗതിക സമ്പാദ്യങ്ങൾ എന്നിവ കൊണ്ട് ലോകം സന്തോഷത്തെ അളക്കുമ്പോൾ ദൈവത്തിൽ നിന്നും മാത്രം വരുന്ന ആഴമേറിയതും ശാശ്വതവുമായ ഒരു ആനന്ദത്തെക്കുറിച്ച് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർക്കു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4:7. ഈ വാക്കുകൾ ലൗകികമായ സംതൃപ്തിയും ദൈവികമായ മനസ്സമാധാനവും തമ്മിലുള്ള വ്യത്യാസം മനോഹരമായി വരച്ചുകാട്ടുന്നു. യഥാർത്ഥ ആനന്ദം സമൃദ്ധിയിലല്ല, മറിച്ച് ദൈവസാന്നിധ്യത്തിലാണ് കണ്ടെത്തുന്നത്. പുതിയ സമ്പാദ്യങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ, സുഖസൗകര്യങ്ങൾ തുടങ്ങിയ ഭൗതികമായ നേട്ടങ്ങൾ ആളുകൾ പലപ്പോഴും ആഘോഷിക്കുന്നു. എന്നാൽ ആ സന്തോഷങ്ങളെല്ലാം പ്രഭാതത്തിലെ മഞ്ഞുപോലെ മാഞ്ഞുപോകും. ദൈവം നൽകുന്ന ആനന്ദം ഏറ്റവും ഇരുണ്ട രാത്രികളിലും നിലനിൽക്കും. അത് അവിടുത്തെ സ്നേഹത്തിൽ നിന്നും സമാധാനത്തിൽ നിന്നും നാം അവിടുത്തേക്കുള്ളവരാണെന്ന ഉറപ്പിൽ നിന്നും ഉടലെടുക്കുന്നു. ഈ ആനന്ദം സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. സകല നന്മകളുടെയും ഉറവിടമായ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് അതൊഴുകിവരുന്നത്. നമ്മുടെ ഹൃദയം ദൈവഹിതത്തിൽ വിശ്രമിക്കുമ്പോൾ ലൗകിക നേട്ടങ്ങൾക്ക് ഒരിക്കലും നൽകാനാവാത്ത ഒരു വിശുദ്ധമായ സംതൃപ്തി നാം അനുഭവിക്കുന്നു. മറ്റുള്ളവർക്ക് സമ്പത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകങ്ങളായ ധാന്യവും വീഞ്ഞും കവിഞ്ഞൊഴുകുമ്പോഴും നാം ആനന്ദിക്കുന്നു. കാരണം നമ്മുടെ ആത്മാക്കൾ ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞിരിക്കുന്നു. ഈ ആന്തരികമായ ആനന്ദം നമ്മുടെ ഭയങ്ങളെ ശമിപ്പിക്കുകയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ഇല്ലായ്മയിലും നന്ദിയുള്ളവരായിരിക്കാൻ പഠിപ്പിക്കുന്നു. ഈ വാഗ്ദാനം സ്വന്തമാക്കാൻ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും അനുസരണത്തിലൂടെയും ദൈവവുമായി ഒരടുത്ത ബന്ധം നാം വളർത്തിയെടുക്കണം. നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്നിൽ ഉറപ്പിക്കുമ്പോൾ പണത്തിനും സുഖങ്ങൾക്കും ഒരിക്കലും സ്പർശിക്കാനാവാത്ത നമ്മുടെ ശൂന്യതയെ അവിടുന്ന് നിറയ്ക്കുന്നു. നമ്മുടെ സംതൃപ്തി ഉപരിപ്ലവമല്ലാതെ ആത്മീകമായി മാറുന്നു. ദൈവം ഉത്കണ്ഠയെ ഉറപ്പുകൊണ്ടും താരതമ്യത്തെ സംതൃപ്തികൊണ്ടും ശൂന്യതയെ നിത്യമായ ആനന്ദം കൊണ്ടും മാറ്റുന്നു. ഇന്ന് ഇത് നിങ്ങളുടെ ഏറ്റുപറച്ചിലാകട്ടെ. കർത്താവേ, എന്റെ അതിയായ സന്തോഷം അവിടുന്നാണ്. സമ്പാദ്യങ്ങളെക്കാൾ അങ്ങയുടെ സാന്നിധ്യവും ഐശ്വര്യത്തേക്കാൾ അങ്ങയുടെ സമാധാനവും ഞാൻ തിരഞ്ഞെടുക്കുന്നു. നാം ദൈവത്തെ നമ്മുടെ പരമമായ ആനന്ദമാക്കുമ്പോൾ ഒരിക്കലും പറ്റാത്ത സന്തോഷത്താൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ഈ ദൈവിക ആനന്ദം ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ശക്തിയും പരിചയമായി മാറുന്നു. പ്രാർത്ഥന. കർത്താവേ, ഒരിക്കലും മായാത്ത അവിടുത്തെ ആനന്ദത്താൽ എന്റെ ഹൃദയം നിറയ്ക്കണമേ. ഭൗതികമായ അനുഗ്രഹങ്ങളിലല്ലാതെ അങ്ങയിൽ മാത്രം സംതൃപ്തി കണ്ടെത്താൻ എന്നെ പഠിപ്പിക്കണമേ. അവിടുത്തെ സാന്നിധ്യം എന്റെ ഏറ്റവും വലിയ ആനന്ദമായിരിക്കട്ടെ. ഓരോ ദിവസവും അവിടുത്തെ സമാധാനം എന്റെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.